നമ്മൾ വളരെ കൾച്ചർ പഠിച്ചു, പോമോളജി പഠിച്ചു, കുറേ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഒക്കെ കൾട്ടിവേഷനും ഹാർവെസ്റ്റിങ്ങും പോസ്റ്റ് ഹാർവെസ്റ്റ് ടെക്നിക്കും ഒക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ എങ്ങനെ പ്രിസർവ് ചെയ്യാം എന്നാണ് നോക്കാനുള്ളത്. വാട്ട് ഈസ് പ്രിസർവേഷൻ? പ്രിസർവേഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മീൻസ് എന്താണ്? മെയിൻറ്റെയിനിങ് the fruits and vegetables without changing their qualities for future use. It is known as preservation. എന്താണ് preservation? ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഒക്കെ ക്വാളിറ്റി ചേഞ്ച് ചെയ്യാതെ ഫ്യൂച്ചർ യൂസിന് വേണ്ടി അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? പ്രിസർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രിസർവേഷനിലൂടെ നമുക്ക് എന്താണ് പ്രിസർവേഷനിലൂടെ സാധാരണഗതിയിൽ എന്താണ് ചെയ്യുന്നത്? ഈ ഫ്രൂട്ട്സിലെയും വെജിറ്റബിൾസിലെയും ഒക്കെ മൈക്രോബിയൽ കണ്ടാമിനേഷൻ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. മൈക്രോബിയൽ അറ്റാക്ക് കൊണ്ടാണ്, ബാക്ടീരിയയുടെയും ഈസ്റ്റിൻ്റെയും മൗൾഡിൻ്റെയും ഒക്കെ അറ്റാക്ക് കൊണ്ടാണ് ഈ ഫുഡ്, അതേപോലെ തന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇതൊക്കെ സ്പോയിലായി പോകുന്നത്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? ഈ മൈക്രോബിയൽ കണ്ടാമിനേഷൻ ആണ് കുറയ്ക്കുന്നത്. എങ്ങനെയൊക്കെയാണ് മൈക്രോബിയൽ കണ്ടാമിനേഷൻ കുറയ്ക്കുക? ഡ്രൈയിങ്, ഫ്രീസിങ്, ഹീറ്റിംഗ്, അഡീഷൻ ഓഫ് സാൾട്ട്, ഷുഗർ, പിന്നെ ഫെർമെൻറ്റേഷൻ, ഇങ്ങനെ പല ടെക്നിക്കുണ്ട് ഈ ഫ്രൂട്ട്സിൻ്റെ വെജിറ്റബിൾസിൻ്റെ ഒക്കെ പ്രിസർവേഷന് വേണ്ടിയിട്ട്. അപ്പോൾ പ്രിസർവേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്രോപ്പിങ്ങിൻ്റെ സമയത്ത് ലോ കോസ്റ്റിൽ കിട്ടുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഓഫ് സീസണിലേക്ക് നമുക്ക് സേവ് ചെയ്ത് വെക്കാം. ഓഫ് സീസണിൽ യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അതിൽ ഒന്നാമത്തെ ടെക്നിക്കാണ് ഡ്രൈയിങ്. ഇതാണ് ഡ്രൈയിങ്. ഡ്രൈയിങ് എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് വാട്ടർ കണ്ടൻറ്റ് ബൈ എക്സ്പോസിങ് ടു സൺലൈറ്റ് ഓർ ഹോട്ട് എയർ. ഹോട്ട് എയറിലോ സൺലൈറ്റിലോ ഒക്കെ എക്സ്പോസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം? നമ്മുടെ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഒക്കെ വാട്ടർ കണ്ടൻറ്റ് റിമൂവ് ചെയ്യാം. ഡീഹൈഡ്രേഷനാണ് ഇവിടെ ചെയ്യുന്നത്. ഫ്രൂട്ട്സിലെയും വെജിറ്റബിൾസിലെയും ഒക്കെ ഡീഹൈഡ്രേഷൻ ചെയ്തിട്ട് അതിനെ പ്രിസർവ് ചെയ്യുന്നതാണ് ഡ്രൈയിങ്. അങ്ങനെ ഈ ഡ്രൈയിങ് ചെയ്യുന്ന സമയത്ത് ഈ ഡ്രൈ ചെയ്ത മെറ്റീരിയൽസ് സൾഫർ ഫ്യൂംസിന് എക്സ്പോസ് ചെയ്ത് വെക്കും. ഈ സൾഫർ ഫ്യൂംസിൽ എക്സ്പോസ് ചെയ്താൽ അതിൻ്റെ ആ ഒറിജിനൽ കളറ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഡേറ്റ്സ്, ഗ്രേപ്സ്, ബിറ്റർ ഗാർഡ്, ഗാർലിക് ഇങ്ങനെയുള്ള മെറ്റീരിയൽസൊക്കെ ഡ്രൈയിങ്ങിലൂടെ നമ്മൾ പ്രിസർവ് ചെയ്യാറുണ്ട്. വേറൊരു മെത്തേഡാണ് ഫ്രീസിങ്. ഫ്രീസിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ബൈ കീപ്പിംഗ് ദം അറ്റ് ലോ ടെമ്പറേച്ചർ ഇൻ എ റെഫ്രിജറേറ്റർ ഈസ് കോൾഡ് ഫ്രീസിങ്. അതായത് ഫ്രീസിങ് ടെമ്പറേച്ചറിൽ റെഫ്രിജറേറ്ററിൽ സ്റ്റോർ ചെയ്താണ് എന്ത് പറയുന്നത്? ഫ്രീസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ലോ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? എന്തിനു ഹെൽപ്പ് ചെയ്യും ലോ ടെമ്പറേച്ചർ? ഈ ഫ്രൂട്ട്സിലെയും വെജിറ്റബിൾസിലെയും ഒക്കെ ബയോകെമിക്കൽ റിയാക്ഷൻസ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. ഈ ബയോകെമിക്കൽ റിയാക്ഷനൊക്കെ നടന്നിട്ടാണ് ഈ ഫ്രൂട്ട്സ്, അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് റെസ്പിറേഷൻ റേറ്റൊക്കെ കുറച്ച് കഴിഞ്ഞാൽ കൂടുതൽ കാലം സൂക്ഷിച്ച് വെക്കാമെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ ബയോകെമിക്കൽ റിയാക്ഷൻസ് അതിൻ്റെ റേറ്റ് കുറച്ചുകൊണ്ടാണ് ഫ്രീസിങ്ങിൽ എന്ത് ചെയ്യുന്നത്? ഫുഡും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ പ്രിസർവ് ചെയ്യുന്നത്. ഇനി ഈ ഓറഞ്ചിൻ്റെ കേസിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഓറഞ്ചിൻ്റെ കേസിൽ സാധാരണ നമുക്കറിയാം ഓറഞ്ച് റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ ഒരു 5 ദിവസം വരെയൊക്കെ കേടുകൂടാതിരിക്കും അല്ലേ? അപ്പോൾ അത് ഈ 6 ഡിഗ്രി സെൽഷ്യസിൽ, ഫ്രീസിങ് ടെമ്പറേച്ചറിൽ 6 ഡിഗ്രി സെൽഷ്യസിലാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് 18 വീക്സ് വരെ കേടുകൂടാതെ സൂക്ഷിക്കാമെന്നാണ് പറയുന്നത്. ഇനി ഹീറ്റ് ഉണ്ട്, ബൈ ഹീറ്റ്. അപ്പോൾ ഹീറ്റ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് പ്രിസർവ് ചെയ്യുന്നത്? കുക്കിംഗ് അല്ലെങ്കിൽ ക്യാനിങ്. ബൈ കുക്കിംഗ് ആൻഡ് ബൈ ക്യാനിങ്, അതാണ് ഹീറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഫ്രൂട്ട്സിനെയും വെജിറ്റബിൾസിനെയും ഒക്കെ പ്രിസർവ് ചെയ്യുന്നത്. അതായത് ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ എന്ത് ചെയ്യും? വാട്ടറിൻ്റെ യൂസോടുകൂടി, വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് ചൂടാക്കും. ക്ലോസ്ഡ് കണ്ടെയ്നറിൽ ചൂടാക്കും. അതാണെന്ത്? ബൈ ഹീറ്റ്. പിന്നെ ക്യാൻഡ് ഫ്രൂട്ട്സ് ഉണ്ട്, ക്യാൻഡ് ഫുഡുണ്ട്. അപ്പോൾ ഈ കുക്ക് ചെയ്ത ഫുഡ് എന്ത് ചെയ്യും? മെറ്റൽ കണ്ടെയ്നേഴ്സിൽ പാക്ക് ചെയ്തുകൊണ്ട്
എക്സ്പോർട്ട് ചെയ്യും. അതാണ് ക്യാൻഡ് ഫുഡ്. ക്യാൻഡ് ഫ്രൂട്ട്സ് ഒക്കെ കിട്ടാറുണ്ട്. ക്യാൻഡ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഹീറ്റിംഗ് വഴിയാണ് ഇതൊക്കെ എന്ത് ചെയ്യുന്നത്, പ്രിസർവ് ചെയ്യുന്നത്. അതായത് വെള്ളം ഒഴിച്ചുകൊണ്ട് ഹീറ്റ് ചെയ്യും. മറ്റേത് ഡ്രൈയിങ്ങിൽ നമ്മൾ വാട്ടർ കണ്ടൻറ്റ് റിമൂവ് ചെയ്യുന്നത്. ഇവിടെ ബൈ ഹീറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ കുക്കിംഗ് ആണ് ചെയ്യുന്നത്. വാട്ടർ യൂസ് ചെയ്തുകൊണ്ട് കുക്ക് ചെയ്യും. അതാണ് എന്ത്, ബൈ ഹീറ്റ്. ഇനി ഷുഗർ ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രിസർവ് ചെയ്യാറുണ്ട്. അതായത് കെയിൻ ഷുഗർ 6% അല്ലെങ്കിൽ അതിൽ കൂടുതൽ കെയിൻ ഷുഗർ ആഡ് ചെയ്തുകൊണ്ട്, അതായത് നിങ്ങൾക്ക് ഷുഗർ സിറപ്പിലൊക്കെ ഇട്ടുകൊണ്ട് പല മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടാറില്ലേ, അതാണെന്ത്, ബൈ ഷുഗർ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഷുഗറിൽ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് മൈക്രോബ്സ് നശിച്ചു പോകുന്നത്? എക്സോസ്മോസിസ് വഴി മൈക്രോബ്സൊക്കെ എന്ത് ചെയ്യും, നശിച്ചു പോകും. ഈ ഷുഗറിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ എക്സോസ്മോസിസ് വഴി ബാക്ടീരിയ ഒക്കെ നശിച്ചു പോകും. അല്ലെങ്കിൽ ഈസ്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗസ് ഒക്കെ ആണെങ്കിൽ അതൊക്കെ നശിച്ചു പോകും. അങ്ങനെ നമുക്ക് ഷുഗറിൽ എന്ത് ചെയ്യാം, പ്രിസർവ് ചെയ്യാൻ പറ്റും. പിന്നെ സാൾട്ട്, ഉപ്പിലിട്ടത്, നിങ്ങൾ ഉപ്പിലിട്ടത് കണ്ടിട്ടുണ്ടാകും അല്ലേ. 15% മുകളിൽ സാൾട്ട് യൂസ് ചെയ്തുകൊണ്ട് സാൾട്ടിൽ നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാം. ഇതും മൈക്രോ ഓർഗാനിസത്തിന് ഡാമേജ് ചെയ്യും. എക്സോസ്മോസിസ് വഴി മൈക്രോ ഓർഗാനിസത്തിനെ ഡാമേജ് ചെയ്യും. ഉപ്പിലിട്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഉപ്പിലിട്ടിട്ട് പല വെജിറ്റബിൾസും ഫ്രൂട്ട്സും പ്രിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. പിന്നെ കെമിക്കൽ പ്രിസർവേറ്റീവ് യൂസ് ചെയ്തുകൊണ്ട് ബെൻസോയിക് ആസിഡ്, സോഡിയം ബെൻസോയേറ്റ് ഒക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. സോഡിയം ബെൻസോയേറ്റ്, പൊട്ടാസ്യം മെറ്റാബൈസൾഫേറ്റ്, സൾഫർ ഡയോക്സൈഡ്, ഇങ്ങനെ പല കെമിക്കൽസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെ ഫെർമെൻറ്റേഷൻ ഉണ്ട്. ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ അനേറോബിക് റെസ്പിറേഷൻ ആണ് ഫെർമെൻറ്റേഷൻ. ഈ ഫെർമെൻറ്റേഷൻ വഴി ഫ്രൂട്ട്സും വെജിറ്റബിൾസും സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അതായത് ഈ ഫെർമെൻറ്റേഷനിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആൽക്കഹോൾ കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഫ്രൂട്ട്സിലെയും വെജിറ്റബിൾസിലെയും ഒക്കെ ആൽക്കഹോൾ കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഫെർമെൻറ്റേഷൻ വഴി എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രൂട്ട്സിനെ വെജിറ്റബിൾസിനെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. പിന്നെ വേറൊരു മെത്തേഡാണ് പിക്ലിംഗ്. പിക്കിൾസിൻ്റെ രൂപത്തിൽ, പിക്ലിംഗ് ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അതായത് വിനെഗറും ഓയിലൊക്കെ ആഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, പിക്കിളിങ് വഴി എന്ത് ചെയ്യാം, നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. നോട്ട്സ് ഇട്ടിട്ടുണ്ട്, അത് വായിച്ച് നോക്കുക. ഓക്കെ.